ഇതിപ്പോൾ കുനിയാനും നിവരാനും ബുദ്ധിമുട്ടുള്ള പേഷ്യൻ്റാ. നമ്മളിപ്പോൾ അത് മാറ്റാൻ പോവാ. അവരുടെ ബുദ്ധിമുട്ടല്ല, ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണാം. ഒന്ന് ഓടിക്കോ. കണ്ടോ, ഇപ്പൊ എനിക്ക് ഓടി നടക്കാൻ ഒരു കുഴപ്പമില്ല. നടക്കാൻ പാടില്ലാത്ത എന്നെ, എൻ്റെ ജീവിതം ഇതോടുകൂടി തകർന്നു പോയ അവസ്ഥയായിരുന്നു. പക്ഷെ എനിക്ക് നടക്കാൻ പറ്റാത്ത എന്നെ നടക്കാനായിട്ട് ഈ അവസ്ഥയിലാക്കിയത് അഭിലാഷ് ഡോക്ടറാണ്. അത് ഡോക്ടർ ഇപ്പൊ എനിക്കൊരു ദൈവത്തെ പോലെ. പരസഹായമില്ലാതെ ഇനി എണീക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചെടുത്തുന്നതാണ് അഭിലാഷ് ഡോക്ടർ ഈ ചേച്ചിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നല്ലേ ചേച്ചി? ശരിക്കും ചേച്ചി കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. 2 മുട്ട് വേദനയാണ്, സർജറി ചെയ്യണമെന്ന് പറഞ്ഞതാണ്. ഒരുപാട് ഹോസ്പിറ്റലിൽ പോയോ? വർഷങ്ങളായി സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുന്നവർ വരെ വെറും 7 ദിവസം കൊണ്ട് എണീറ്റ് നടക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സ്ട്രോക്ക് മാത്രമല്ല, നടുവേദന, കൈവേദന, കാലുവേദന, മുട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ കേസുകെട്ട് പോലും വെറും 1 മിനിറ്റ് കൊണ്ട് മർമ്മ ചികിത്സയിലൂടെ മുട്ടുവേദന മാറ്റിക്കൊടുത്ത ഒരു ഡോക്ടറെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരാണ്. നമ്മൾ രാവിലെ വന്നതാണ് അഭിലാഷ് ഡോക്ടറെ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ ഡോക്ടറെ കാണാനായിട്ട് വന്ന്. അമേരിക്കയിൽ നിന്ന് വരെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അകത്തോട്ട് പോയിട്ട് ചോദിച്ചു നോക്കാം. സ്ട്രോക്ക് വന്ന് തളർന്ന് കിടക്കുന്നവരെയൊക്കെ 7 ദിവസം കൊണ്ടൊക്കെ നടത്തിക്കാൻ പറ്റുമോ? പറ്റും. ഉറപ്പാണോ? ഉറപ്പാണ്. വെറുതെ പറയരുത്, എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. അങ്ങനെ ഒരുപാട് പേര് ഡോക്ടർ നടത്തിച്ചിട്ടുണ്ടോ? ഒരുപാട് പേര് നടത്തിച്ചിട്ടുണ്ട്. കാലിനൊക്കെ നല്ല വേദനയായിട്ട് വന്നിരിക്കുന്ന ഒരു പേഷ്യൻ്റാ. ഇവരെ കൊണ്ടുവന്നത് മുമ്പ് ഇവിടെ വന്ന് രോഗം മാറിയ ഒരാളാണ്. വളരെ തീരെ നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വന്ന് രോഗം മാറിയ ഒരാളാണ് കൊണ്ടുവന്നത്. കുനിയാനും നിവരാനും കഴിയാത്ത ആൾ ഇപ്പം നടക്കുന്നതുണ്ടോ? തിരിഞ്ഞു തന്നെ കാലകത്തി വെച്ചു, കൈവക്കിട്ട് കുമ്പിട്ടെ, വേഗം ചെയ്തേ, സ്പീഡിൽ ചെയ്തേ, ഒന്ന് ഇരിക്കുക, എഴുന്നേക്കുകയും ചെയ്തേ. ഈ 2 എക്സസൈസും വീട്ടിൽ ചെയ്യണം കേട്ടോ. അപ്പം എങ്ങനെയുണ്ട് ഇപ്പോൾ? കുറവുണ്ടല്ലോ. കുനിയാനും നൂരാനും പറ്റത്തില്ലെന്നാ പറഞ്ഞത്. അമ്മയ്ക്ക് കുനിയാനും നൂരാനും പറ്റുമോ? പറ്റുന്നുണ്ട്. ഒന്ന് കാണിച്ചേ അമ്മേ. ഇങ്ങനെ കുഞ്ഞിട്ട് ഇങ്ങനെ ഇന്നിക്കുന്നുണ്ടെ തുടക്കോട്ടങ്ങ് വേദനയായിരുന്നു. ഇപ്പൊ വേദന കുറവുണ്ട്, നല്ല പോലെ കുറവുണ്ട്. വെറുതെ പറയരുത്, ഞാൻ വീഡിയോ എടുക്കുക. അല്ല, കുറവുണ്ട്. ഇപ്പൊ ഡോക്ടറെ വെറും 1 മിനിറ്റ് കൊണ്ട് ഈ ഒരു വേദന എങ്ങനെയാ ഡോക്ടർ മാറ്റി? എന്താണ് അതിലൊരു മാജിക്? അത് മാജിക് അല്ല, ശരിക്കും മർമ്മ ചികിത്സ എന്ന് പറയുന്ന ഒരു ചികിത്സാ പദ്ധതിയാണ്. അതൊരു ശാസ്ത്രീയ പദ്ധതിയാണ്. ഇവിടെ പാരമ്പര്യമായിട്ട് നിലനിന്നിരുന്നതാണ്. ഗുരുക്കന്മാരിലൂടെ കൈമാറി വരുന്നതും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ചികിത്സ. കാണുമ്പോൾ മാജിക്കാന്ന് തോന്നും, ഈ പറഞ്ഞ ഒരു ശാസ്ത്രമാണ് ശരിക്കും. ഞാൻ ഇവിടെ നിന്നപ്പോൾ തന്നെ കുറെ ആൾക്കാർ നടക്കാൻ വയ്യാതെ വീൽ ചെയറിലും ഒക്കെ വരുന്നു. പക്ഷെ അവർ നടന്നു വരുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. പക്ഷെ ഇവിടുന്ന് തിരിച്ചു പോകുന്നത് ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. അതാണ് ചികിത്സയുടെ പ്രത്യേകത. അപ്പൊ എത്ര നടുവേദനയും മുട്ടുവേദനയും കാലുവേദനയൊക്കെ ഇങ്ങനെ അസുഖങ്ങൾ ബുദ്ധിമുട്ടുന്നവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡോക്ടർ ഇതുപോലെ 1 മിനിറ്റ് കൊണ്ട് മാറ്റി കൊടുക്കുമോ? അതിവിടെ വന്നപ്പോൾ വിശ്വസിച്ചോ? 1 മിനിറ്റ് കൊണ്ട് വേദന മാറുമെന്ന് ചേട്ടൻ വിശ്വസിച്ചായിരുന്നോ? ഇല്ല, ഞാൻ വന്ന് നോക്കാന്ന് വെച്ചാൽ ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറി. വെറുതെ പറയുന്നല്ലോ. 1 മിനിറ്റ് കൊണ്ട് വേദന മാറത്തില്ലേ? വേദന മാറി. ഡോക്ടറെ ഇവിടെ എന്തിനൊക്കെയുള്ള ട്രീറ്റ്മെന്റ് ഉള്ളത്? പ്രധാനമായിട്ടും സർജറി പറഞ്ഞിരിക്കുന്ന മുട്ടുവേദന, നടുവേദന, ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ, സിയാറ്റിക് പെയിൻ, പിന്നെ കൈ പൊക്കാൻ പറ്റാത്ത ഫ്രോസൺ ഷോൾഡർ പോലത്തുള്ള അവസ്ഥ, അതായത് ഓർത്തോ ന്യൂറോ പ്രശ്നങ്ങൾ, സ്ട്രോക്ക് പോലത്തെ പ്രശ്നങ്ങൾ എല്ലാം ഇവിടെ പ്രധാനമായിട്ടും ചികിത്സിക്കുന്നുണ്ട്. സ്ട്രോക്ക് വന്ന് തളർന്ന ആൾക്കാരെ ആയാലും ചികിത്സിക്കുന്നുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് വെറും 7 ദിവസം കൊണ്ടൊക്കെ നടത്തിക്കാൻ പറ്റും അല്ലേ? പിന്നെ മറ്റെന്തൊക്കെ വെരിക്കോസ് വെയിനൊക്കെ നല്ല ട്രീറ്റ്മെന്റ് ആണോ ഡോക്ടർ? വെരിക്കോസ് വെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഡയബറ്റീസിൻ്റെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഇവിടെ നമ്മളെ പഥ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ അനുസരിക്കണം, എന്നാലേ മാറത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഞങ്ങൾ രാവിലെ വന്നപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ, എന്ന് വെച്ചാൽ ഗേറ്റിന് വെളിയിൽ വരെ അത്ര ക്യൂ ആയിരുന്നു. അപ്പോൾ ഇത്രത്തോളം ആൾക്കാർ എങ്ങനെയാണ് ഇവിടെ എത്തുന്നത്? അത് ഇവിടുന്ന് രോഗം മാറിയ ആൾക്കാർ പറഞ്ഞറിഞ്ഞിട്ടൊക്കെ വരുന്നതാണ്. പറഞ്ഞറിഞ്ഞാണ് ഇവിടെ വരുന്നത് അല്ലേ? അപ്പം ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞ അമേരിക്കയിൽ നിന്ന് വരുന്ന ആൾക്കാർ വരെ ഡോക്ടർ ചികിത്സിക്കുന്നത്. എല്ലാ സ്ഥലത്തുനിന്നും ആൾക്കാർ വരുന്നുണ്ട്. എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാർ. ഏതൊക്കെ ദിവസങ്ങളാണ് ഡോക്ടർ ഇവിടെ ചികിത്സ നടത്തുന്നത്? അതായത് മാസത്തിൽ 14 ദിവസമാണ് പ്രധാനമായിട്ട് നമ്മളുടെ OP ഉള്ളത്. ഇവിടെ ചില ആൾക്കാർ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കും. ഈ പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കും. സ്ട്രോക്ക് വന്നവരൊക്കെ ഇവിടെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഒരു 1 മിനിറ്റ് കൊണ്ട് അമ്മയുടെ അസുഖം മാറി. വെറുതെ പറയരുത്. അല്ല, വേദന കുറവുണ്ട്, നല്ല കുറവുണ്ട്. കുഞ്ഞിട്ട് ഇങ്ങനെ ഇന്നിക്കുന്നുണ്ടെ തുടക്കോട്ടങ്ങ് വേദനയായിരുന്നു. ഇപ്പൊ വേദന കുറവുണ്ട്, നല്ല പോലെ കുറവുണ്ട്. വെറുതെ പറയരുത്, ഞാൻ വീഡിയോ എടുക്കുക. അല്ല, കുറവുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നടക്കാത്തവരും നടക്കത്തില്ലേ? കുറവുണ്ട്, ഉറപ്പായിട്ടോ. 2 മുട്ട് വേദനയാണ്, സർജറി ചെയ്യണമെന്ന് പറഞ്ഞതാണ്. ഒരുപാട് ഹോസ്പിറ്റലിൽ പോയോ? പിന്നെ 2 പോയി, ഓർത്തയിൽ 2 കാണിച്ചു. അപ്പോൾ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ ഇവിടെ എത്തി? ഇത് ഞാൻ ഇതിൽ ഫേസ്ബുക്കിൽ കണ്ടു. അങ്ങനെ
അറിഞ്ഞതാണ്. ഇന്ന് ആദ്യമായിട്ട് വരുവാണോ? ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. ആദ്യമായിട്ടാണ്. ഇപ്പൊ വന്നപ്പോ തന്നെ ഒറ്റ മിനിറ്റ് കൊണ്ട് ഡോക്ടർ ഒരു മർമ്മ ചികിത്സ നടത്തിയപ്പോ തന്നെ വേദന കുറഞ്ഞു. വേദന കുറഞ്ഞു. ഇപ്പൊ നല്ലപോലെ നടക്കാവോ? നടക്കാം. ഒന്ന് നടന്നു കാണിക്കോ? ഇപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? ഇവിടെ വന്നപ്പോ കുഴപ്പമില്ല. ഇപ്പൊ അധികം ഇതില്ല. നടക്കാനൊക്കെ പറ്റുമോ? പറ്റും. നടക്കാൻ പറ്റും. നടുവേനൊക്കെ കുറഞ്ഞോ? കുറഞ്ഞു. നല്ലപോലെ കുറഞ്ഞോ? വെറുതെ പറയരുത്. അല്ല നമ്മളിവിടെ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്ന മുട്ട് തേയ്മാനമായിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ കേസ് കെട്ട് പോലും അഭിലാഷ് ഡോക്ടർ ഓപ്പറേഷൻ ഇല്ലാതെ നിമിഷ നേരം കൊണ്ടാണ് സുഖപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അഭിലാഷ് ഡോക്ടറിന്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇതുപോലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആരായാലും അഭിലാഷ് ഡോക്ടറെ കോൺടാക്ട്. ഇവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ എത്ര വലിയ വേദനയായാലും സ്റ്റോക്ക് വന്ന് തളർന്നവരായാലും അഭിലാഷ് ഡോക്ടർ രക്ഷപ്പെടുത്തിയിരിക്കും.